തിരുവനന്തപുരം വർക്കലയിൽ തെരുവുനായയുടെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ വൃദ്ധൻ മരിച്ചു. വർക്കല സ്വദേശി രാഘവനാണ് മരിച്ചത്. ഇന്നു പുലർച്ചെ വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങിയ വൃദ്ധനെ തെരുവുനായ്ക്കൾ കൂട്ടമായെത്തി കടിച്ചു കീറുകയായിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മേനകാ ഗാന്ധിക്കെതിരെ ജനരോക്ഷം ഉയരുകയാണ്. ഇന്ന് രാവിലെ 6:30യോടെയാണ് തെരുവുനായ്ക്കൾ വർക്കല മുണ്ടയിൽ ചാരുവിള പുത്തൻ വീട്ടിൽ രാഘവൻ എന്ന 90-കാരനെ ക്രൂരമായി ആക്രമിച്ചത്. ആക്രമണത്തിൽ രാഘവന്റെ മുഖം പാതി തകർന്നു. കയ്യിലും കഴുത്തിലും തുടയിലും ഗുരുതരമായി പരിക്കേറ്റു. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രാഘവൻ 2:50ഓടെ മരണപ്പെടുകയായിരുന്നു. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. മോർച്ചറിയിലെത്തി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും രാഘവന്റെ മൃതശരീരത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. മേനകാ ഗാന്ധി ഇനിയെങ്കിലും നിലപാട് തിരുത്തണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ആവശ്യപ്പെട്ടു. യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളത്, പ്രത്യേകിച്ചും മേനകാ ഗാന്ധിയെ പോലുള്ളവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. വർക്കലയിലെ തെരുവുനായ്ക്കളെ സമീപ ദിവസങ്ങളിൽ തന്നെ കൊന്നൊടുക്കുമെന്ന് വർക്കല MLA V ജോയ് പറഞ്ഞു. പൂർണ്ണമായി വർക്കലയിൽ ആക്രമണകാരികളായിട്ടുള്ള പട്ടികളെ നശിപ്പിക്കുന്നതിന് വേണ്ട നടപടി തന്നെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. മേനകാ ഗാന്ധിയുടെ നിലപാടല്ല തെരുവുനായ വിഷയത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിലുള്ളതെന്ന് സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് പറഞ്ഞു. സംസ്ഥാന BJP ഘടകത്തിന്റെ നിലപാട് അക്രമകാരികളായ നായ്ക്കളെ അവയെ കൊന്നൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരു മാസത്തിനു മുമ്പ് വിഴിഞ്ഞത്ത് ശിലുവമ്മ എന്ന വൃദ്ധയ്ക്ക് നേരെ ഉണ്ടായ കൊലപാതകത്തിനു ശേഷം തെരുവുനായ്ക്കളുടെ കടിയേറ്റ് അടുത്തിടെ തിരുവനന്തപുരത്ത് കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് രാഘവൻ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് 2.5 വയസ്സുകാരിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് ആക്രമണമുണ്ടായത്. നായയുടെ ആക്രമണത്തിൽ കുട്ടിയുടെ മുഖത്തും നെഞ്ചിലും പരിക്കേറ്റു. പറമ്പിൽ ബസാർ കിഴക്കേ പറമ്പത്ത് റംഷീദിന്റെ മകൾ 2.5 വയസ്സായ ഫാത്തിമ നസ്രിനാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്രമണത്തിൽ കുട്ടിയുടെ നെഞ്ചത്തും മുഖത്തും പരിക്കുകളേറ്റിട്ടുണ്ട്. കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. നായ ഇങ്ങനെ കൂട്ടായിട്ട് വരുത്തുണ്ട്. ഇന്നൊരു നായ ഉണ്ടായിട്ടുള്ളൂ. കുട്ടീനെ കടിച്ചത് ഉമ്മ അടുത്തുണ്ടേനും അതിനോട് രക്ഷപ്പെട്ട. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പ്രദേശത്ത് സ്ഥിരമായി തെരുവുനായയുടെ ശല്യം ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഖനന അഴിമതി കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയെ ബംഗളൂരു CBI പ്രത്യേക കോടതി വെറുതെ വിട്ടു. 40 കോടിയുടെ അഴിമതി കേസിലാണ് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയത്. 40 കോടിയുടെ ഖനനാഴിമതി കേസിലാണ് കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയെ ബംഗളൂരു CBI പ്രത്യേക കോടതി വെറുതെ വിട്ടത്. യെദ്യൂരപ്പ അടക്കം 12 പേരെയാണ് കോടതി വെറുതെ വിട്ടത്. കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് കണ്ടെത്തിയാണ് കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്. യെദ്യൂരപ്പയുടെ 2 മക്കൾ, മരുമകൻ എന്നിവരെ അടക്കമാണ് കോടതി വെറുതെ വിട്ടത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി 1.5 വർഷം മാത്രം ബാക്കി നിൽക്കെയാണ് യെദ്യൂരപ്പയ്ക്ക് അനുകൂലമായ വിധി. കേസിൽ 2011 ജയിലിലായെങ്കിലും 3 ആഴ്ചയ്ക്കുള്ളിൽ യെദ്യൂരപ്പ പുറത്തിറങ്ങിയിരുന്നു. 216 സാക്ഷികളെയാണ് കേസിൽ CBI പ്രത്യേക കോടതി വിസ്തരിച്ചത്. ഇരുമ്പയിര് ഖനനത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് യെദ്യൂരപ്പയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള പ്രേരണ ട്രസ്റ്റ് 40 കോടി കോഴ വാങ്ങിയെന്നാണ് കേസ്. ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കും പണം എത്തിയതായി CBI കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. എന്നാൽ CBIക്ക് ഇത് കോടതിയിൽ സ്ഥാപിക്കാൻ സാധിച്ചില്ല. ന്യൂസ് ഡെസ്ക്. നാഷണൽ ജിയോഗ്രഫിക് മാസികയുടെ കവർ ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ ഷർബത്ത് ഗുല അറസ്റ്റിൽ. പാക് ദേശീയ തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി ഉണ്ടാക്കിയതിനാണ് അറസ്റ്റിലായത്. പാകിസ്ഥാനിലെ അഫ്ഗാൻ അഭയാർത്ഥികളുടെ പ്രതീകമായാണ് ഈ പച്ചക്കണ്ണുള്ള അഫ്ഗാൻകാരി ശ്രദ്ധിക്കപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര അരക്ഷിതാവസ്ഥയുടെയും അഭയാർത്ഥി പ്രശ്നങ്ങളുടെയും പ്രതീകമായിരുന്നു ഷർബത്ത് ഗുലയുടെ പച്ചക്കണ്ണുകൾ. നാഷണൽ ജിയോഗ്രഫിക് മാസികയുടെ കവർ ചിത്രമായി വന്ന 12 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന ഈ അഫ്ഗാൻ പെൺകുട്ടിയുടെ കണ്ണുകളിലെ തീക്ഷ്ണത ലോകത്തെ ഞെട്ടിച്ചു. ഇതേ പച്ചക്കണ്ണുകളാണ് പാക് ദേശീയ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയ കുറ്റത്തിന് ഷർബത്ത് ഗുലയെ തിരിച്ചറിയാൻ പോലീസിന് സഹായകമായതും. പാകിസ്ഥാനിലെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാക് പത്രമായ ഡോൺ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാക് അഫ്ഗാൻ പൗരത്വം ഇങ്ങനെ കൃത്രിമമായി ഇവർ ഉണ്ടാക്കിയെടുത്തിരുന്നതായി ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തി. ഇവരിൽ നിന്ന് തിരിച്ചറിയൽ കാർഡുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 1984 പെഷവാറിൽ നിന്നാണ് നാഷണൽ ജിയോഗ്രഫിക് മാഗസിന്റെ ഫോട്ടോഗ്രാഫറായ സ്റ്റീവ് മക്കറെ ഷർബത്ത് ഗുലയെ കണ്ടെത്തുന്നത്.
തുടർന്ന് 1985 മാഗസിന്റെ കവർ ചിത്രമായി ഈ ഫോട്ടോ അച്ചടിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്നാണ് ഇവർ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തത്. ചിത്രം പ്രശസ്തമായതോടെ ലോകം ഷർബത് ഗുലയെ അഫ്ഗാൻ മോണാലിസ എന്ന് വിളിച്ചു. വർഷങ്ങളോളം ഒരു വിവരവുമില്ലാതിരുന്ന ഗുലയെ പിന്നീട് മക്കറെ തന്നെ കണ്ടെത്തി. അന്നെടുത്ത ചിത്രവും ലോക പ്രശസ്തി നേടി. തിരിച്ചറിയൽ കാർഡിനായി സമർപ്പിച്ച ഈ ഫോട്ടോയാണ് 40-കാരിയായ ഗുലയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചതും. ഇന്റർനാഷണൽ ഡെസ്ക്. മറ്റൊരു നിർണായക വാർത്തയിലേക്ക്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ KPCC ജനറൽ സെക്രട്ടറി മുൻ MLAയുമായ ബാബു പ്രസാദ് സോളാർ കമ്മീഷനിൽ മൊഴി കൊടുത്തിരിക്കുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, വളരെ നിർണായകമായ മൊഴി. കഴിഞ്ഞ ദിവസം സോളാർ കേസിൽ തന്നെ ആദ്യ ശിക്ഷ ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുകയുണ്ടായി. അതിനു പിന്നാലെ വളരെ നിർണായകമായ ഒരു മൊഴി കൂടി. എങ്ങനെ വിലയിരുത്താം? എന്താണ് മറ്റു വിവരങ്ങൾ? അഞ്ജു, KPCC ജനറൽ സെക്രട്ടറി മുൻ MLAയുമായ ബാബു പ്രസാദിനെയാണ് ഇന്ന് സോളാർ കമ്മീഷനിൽ വിസ്തരിച്ചത്. ഈ വിസ്താരത്തിനിടെയാണ് സ്വന്തം നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള മൊഴി KPCC ജനറൽ സെക്രട്ടറിയുടെ ബാബു പ്രസാദ് നൽകിയത്. അതായത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് മല്ലേലിൽ ശ്രീധരൻ നായർ റാന്നി കോടതിയിൽ നൽകിയ രഹസ്യമൊഴി സംബന്ധിച്ചായിരുന്നു ചോദ്യം കമ്മീഷനിൽ ഉയർന്നത്. അന്ന് മല്ലേലിൽ ശ്രീധരൻ നായർ നൽകിയ മൊഴി സരിതയ്ക്കൊപ്പം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ താൻ കണ്ടിരുന്നു എന്നായിരുന്നു മല്ലേലിൽ ശ്രീധരൻ നായർ അന്ന് നൽകിയ ഒരു മൊഴി. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഉറപ്പിലാണ് പണം നൽകിയത് തുടങ്ങിയ ഉമ്മൻചാണ്ടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു മൊഴിയായിരുന്നു മല്ലേലിൽ ശ്രീധരൻ നായർ രഹസ്യമൊഴിയായി റാന്നി കോടതിയിൽ അന്ന് നൽകിയത്. ഇതിനെക്കുറിച്ചായിരുന്നു ചോദ്യം. KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ബാബു പ്രസാദിനെ കുറിച്ച് പറഞ്ഞത് ശ്രീധരൻ നായർ കള്ളം പറയേണ്ട കാര്യമില്ല എന്നാണ്. അദ്ദേഹം തികഞ്ഞ സത്യസന്ധനും ദൈവവിശ്വാസിയുമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് വളരെ കൃത്യമാണ്, ഉമ്മൻചാണ്ടി ദിവസങ്ങളിലെല്ലാം ഉയർത്തിയിരുന്ന വാദങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ ഒപ്പമുള്ള അദ്ദേഹത്തിന്റെ തന്നെ അനുയായി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു KPCC ജനറൽ സെക്രട്ടറി നിലപാടിരിക്കുന്നു. മാത്രമല്ല ശ്രീധരൻ നായർ ഇത്തരത്തിലൊരു രഹസ്യമൊഴി നൽകിയതായി തനിക്കറിയാം, എങ്കിലും അതിന്റെ ഉള്ളടക്കം അറിയില്ല എന്നും ബാബു പ്രസാദ് കമ്മീഷനിൽ പറഞ്ഞു. അതിനെ തുടർന്ന് ഈ രഹസ്യമൊഴി മല്ലേലിൽ ശ്രീധരൻ നായർ നൽകിയ രഹസ്യമൊഴി ബാബു പ്രസാദിനെ ജസ്റ്റിസ് വായിച്ചു കേൾപ്പിച്ചു. അതിനെ തുടർന്നാണ് ബാബു പ്രസാദ് പറഞ്ഞത്, ഇത്തരം ഒരു മൊഴി കോടതിയിൽ കളവായി കൊടുക്കും എന്ന് കരുതുന്നുണ്ടോ എന്ന് ജസ്റ്റിസ് ശിവരാജന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ബാബു പ്രസാദ് പറഞ്ഞത്. അദ്ദേഹത്തിന് കള്ളം പറയേണ്ട കാര്യമില്ല എന്നുകൂടി ചേർത്ത് പറഞ്ഞു. അദ്ദേഹം ഇതിന്റെ ദൈവവിശ്വാസം സത്യസന്ധമാണ്, അദ്ദേഹത്തിന് കള്ളം പറയേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അതായത് മല്ലേലിൽ ശ്രീധരൻ ഉമ്മൻചാണ്ടിക്കെതിരെ നൽകിയത് കള്ളമൊഴിയായിരുന്നു തുടങ്ങിയ വാദങ്ങളാണ് ഈ കഴിഞ്ഞ 1.5 വർഷമായി കോൺഗ്രസ് നേതാക്കളും ഉമ്മൻചാണ്ടി തന്നെയും ബാധിച്ചിരുന്നത്. ഇപ്പോൾ അതിന് കടകവിരുദ്ധമായി ഉമ്മൻചാണ്ടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു മൊഴി KPCC ജനറൽ സെക്രട്ടറി മുൻ MLAയുമായ ബാബു പ്രസാദിൽ നിന്നുണ്ടായിരിക്കുന്നു. അതും സോളാർ കേസ് അന്വേഷിക്കുന്ന സോളാർ കമ്മീഷന് മുമ്പാകെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഒരു മൊഴി അത് ആര് നൽകി എന്നത് വരുമ്പോഴത്തേക്കാണ് കാര്യങ്ങളുടെ ഗൗരവം ഏറുന്നത്. ഒരു കോൺഗ്രസ് നേതാവ് KPCC ജനറൽ സെക്രട്ടറി അത്തരത്തിൽ ഒരു മൊഴി നൽകുന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം അത് ഏറുകയല്ലേ? അഞ്ജു, തീർച്ചയായും. കാരണം ഈ സോളാർ സ്കാൻഡൽ ഉണ്ടായതിനു ശേഷം ഉയർന്ന വാദങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് ഇതിലൊന്നും തനിക്ക് യാതൊരു പങ്കുമില്ല, സരിതയുമായോ മല്ലേലിൽ ശ്രീധരൻ നായരുമായോ ഒന്നും തനിക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിന് ആദ്യം തന്നെ ഉയർന്നു വന്ന കേസ് ഉമ്മൻചാണ്ടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ ആദ്യം തന്നെ ഉയർന്നു വന്ന കേസുകളിലൊന്നായിരുന്നു മല്ലേലിൽ ശ്രീധരൻ നായരുടെ മൊഴി. മല്ലേലിൽ ശ്രീധരൻ നായർ അതിനെ തുടർന്ന് റാന്നി കോടതിയിൽ രഹസ്യമൊഴി നൽകുകയും അത് വലിയ വാർത്തയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതിലൊന്നും തനിക്കൊരു പങ്കുമില്ല എന്ന നിലപാടായിരുന്നു പരസ്യമായി സ്വീകരിച്ചത്. അത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ചിരുന്നത്. പക്ഷേ മല്ലേലിൽ ശ്രീധരൻ നായരെ കുറിച്ച് ഇപ്പോൾ മറ്റൊരു കോൺഗ്രസ് നേതാവ് KPCC ജനറൽ സെക്രട്ടറി മുൻ MLA ബാബു പ്രസാദ് വളരെ കൃത്യമായി പറയുന്നു, മല്ലേലിൽ ശ്രീധരൻ നായർക്ക് ഇത്തരം കാര്യങ്ങളിൽ നുണ പറയേണ്ട കാര്യമില്ല. ഏതായാലും അദ്ദേഹം തികഞ്ഞ സത്യസന്ധനും ദൈവവിശ്വാസിയുമാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ. സ്വാഭാവികമായും ഈ ബാബു പ്രസാദിന്റെ മൊഴിയിലൂടെ പ്രതിക്കൂട്ടിലാകുന്ന ഉമ്മൻചാണ്ടി തന്നെയാണ്. ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതൃത്വവും ഈ ദിവസങ്ങളിലെല്ലാം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സോളാറുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വാദമുഖങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് ഒരു KPCC ജനറൽ സെക്രട്ടറി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അതും സോളാർ വിഷയം അന്വേഷിക്കുന്ന കമ്മീഷന് മുമ്പാകെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
സാലി, ഒരുപക്ഷെ ആദ്യ ശിക്ഷ കഴിഞ്ഞ ദിവസമാണ് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായത്. അതിനെ ഒരുപക്ഷെ പാർട്ടിയിൽ കോൺഗ്രസിനുള്ളിൽ വില കുറിച്ച് കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ഈ രീതിയിൽ രംഗത്തേക്ക് എത്തുമ്പോൾ അത് ഉമ്മൻചാണ്ടിയുടെ ഭാവിയെ അത് വെല്ലുവിളിയായി തന്നെ കാണുന്നില്ലേ? ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ അത് ഉമ്മൻചാണ്ടിക്ക് ഏറെ നിർണായകവുമാവുകയല്ലേ? അഞ്ചു, തീർച്ചയായും ബംഗളൂരു കോടതിയുടെ ഉമ്മൻചാണ്ടിക്കെതിരായ വിധി കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ ചെറുതല്ലാത്ത കലാപം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതിനൊപ്പം തന്നെ ഇതും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ബാബു പ്രസാദ് ഇത്തരമൊരു മൊഴി നൽകുന്നതിന് അതുകൊണ്ട് തന്നെ വലിയ മാനങ്ങളുണ്ട് എന്ന് വിശേഷിപ്പിക്കാം. കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ വലിയ പ്രതിസന്ധിയുടെ ആഴമുണ്ട് ഇതിനകത്ത്. മാത്രവുമല്ല, ഈ ബാബു പ്രസാദ് ഹരിപ്പാട് നിയമസഭാ സീറ്റിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മത്സരിക്കുന്നതിന് വേണ്ടി സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളുമൊക്കെയായി ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ബന്ധമുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതാക്കളും എല്ലാം ഇക്കാലം അത്രയും ഉയർത്തിയിരുന്ന വാദങ്ങൾ എല്ലാം തന്നെ ഒറ്റ സിറ്റിംഗിനിടയിൽ ബാബു പ്രസാദ് സോളാർ കമ്മീഷന് മുമ്പിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെറുതല്ലാത്ത പ്രതിസന്ധി ഉമ്മൻചാണ്ടി സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും ഇവിടെ മറ്റൊരു കാര്യം കൂടി എന്തായാലും ഉയർത്തി കാട്ടേണ്ടതുണ്ട്. സരിതയെ തനിക്ക് അറിയുക പോലും ഇല്ല എന്ന് പറഞ്ഞ ഒരിടത്താണ് ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി തന്നെ മലയാളി ശ്രീധരൻ നായരും ഒപ്പം സരിതയും ഇവർ രണ്ടും കൂടിയാണ് ഉമ്മൻചാണ്ടിയെ കണ്ടത് എന്നുള്ള തരത്തിൽ മൊഴികൾ നൽകുന്നത്. അഞ്ചു, തീർച്ചയായും തുടക്കം മുതൽ തന്നെ സരിതയെ കുറിച്ചോ സരിത ആരെന്നോ തനിക്ക് അറിയില്ലെന്ന വാദമുഖങ്ങളായിരുന്നു ഉമ്മൻചാണ്ടി ഉയർത്തിയിരുന്നത്. തുടർന്ന് പീപ്പിൾ TV പുറത്തുവിട്ട ഉമ്മൻചാണ്ടിയും സരിതയും കൂടി നിൽക്കുന്ന ചിത്രം ഒക്കെ പുറത്തു വന്നപ്പോഴും തനിക്കറിയില്ല എന്ന വാദം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി സ്ഥിരമായി പതിവായി ഉയർത്തിക്കൊണ്ടിരുന്നത്. അന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരു പരിധിവരെയെങ്കിലും ഉമ്മൻചാണ്ടിയെ സർവാത്മന പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലടക്കം സോളാർ ഒരു വലിയ വിഷയമായി വരികയും സോളാർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും കോൺഗ്രസ് പ്രതിപക്ഷത്തായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ സോളാർ കമ്മീഷന്റെ സിറ്റിംഗ് തുടരുമ്പോൾ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ഒരു വലിയ കോൺഗ്രസ് നേതാവ്, ഉമ്മൻചാണ്ടിക്ക് ഒപ്പം തന്നെ നിൽക്കാവുന്ന ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറിയാണ്, മുൻ MLA ആണ്. അദ്ദേഹം ഇപ്പോൾ തന്റെ നേതാക്കൾ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ഈ കാലയളവിൽ പറഞ്ഞ വാദങ്ങളെല്ലാം തള്ളുന്നു. മാത്രമല്ല, മലയാളി ശ്രീധരൻ നായർ ഇക്കാര്യത്തിലെടുത്ത നിലപാടിനെ താൻ വിശ്വസിക്കുന്നു എന്ന തരത്തിൽ വളരെ കൃത്യമായി ഒരു നിലപാട് ബാബു പ്രസാദ് സോളാർ കമ്മീഷൻ മുമ്പാകെ എടുത്തിരിക്കുന്നു. വലിയ പ്രതിസന്ധി ഉമ്മൻചാണ്ടിക്ക് ഈ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് രാഷ്ട്രീയം DCC പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല ചേരിയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് മറ്റൊരു പ്രതിസന്ധിയായിരിക്കുന്നത്. ഒപ്പം ബംഗളൂരു കോടതി വിധി 1,63,00,000 രൂപ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ പ്രതികളായവർ തിരിച്ചടയ്ക്കണം എന്ന് കോടതി വിധി ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പോൾ ചെറുതല്ലാത്ത പ്രതിസന്ധിയിലേക്ക് സോളാർ വിഷയം വീണ്ടും ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതൃത്വത്തെയും കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രകടമായ തെളിവാണ്, ഉദാഹരണമാണ് ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ബാബു പ്രസാദ് നൽകിയിരിക്കുന്ന മൊഴി എന്ന് തന്നെ പറയാം. ശരി, വ്യക്തമാണ്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ KPCC ജനറൽ സെക്രട്ടറി മുൻ MLA യുമായ ബാബു പ്രസാദ് സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയിരിക്കുന്നു.